കൊല്ലത്തിന്റെ മണ്ണും മനസ്സും തൊട്ടറിഞ്ഞ കാക്കനാടൻ ഓർമ്മയായിട്ട് വർഷം ഒന്ന് കഴിയുന്നു. ഓർമ്മയുടെ പച്ചപ്പിൽ പ്രിയപ്പെട്ടവർ ഒത്തുകൂടിയപ്പോൾ മറ്റൊരു കാക്കനാടൻ ഓർമ്മ ദിനമായി മാറി. അക്ഷരങ്ങളുടെ സാഹിത്യ പ്രവർത്തനം നടത്തുമ്പോഴും അഷ്ടമുടിയെയും കൊല്ലത്തെയും വിദേശത്തെത്തിക്കാൻ കാക്കനാടൻ കാണിച്ച കഴിവുകൾ ചരിത്രരേഖയിൽ ശ്രദ്ധേയമത്രേ. സഭയുടെ കെട്ടുപാടുകൾ തകർത്തെറിഞ്ഞ് പിറന്ന മണ്ണും വീടും ഉപേക്ഷിച്ച് പലായനം ചെയ്ത കുടുംബം ഒടുവിലാണ് കൊല്ലത്തെത്തുന്നത്. പിന്നീട് കാക്കനാടൻ കുടുംബം കൊല്ലത്തിന് സ്വന്തമാവുകയായിരുന്നു. എല്ലാവരും പ്രിയപ്പെട്ട ബേബിച്ചായൻ എന്ന ജോർജ് വർഗീസ് കാക്കനാടൻ 2011 ഒക്ടോബർ 19 മരിച്ചത്. ഒരു വർഷം പൂർത്തിയായ വെള്ളിയാഴ്ച പോളയത്തോട് പൊതുശ്മശാനത്തിലെ സ്മൃതി മണ്ഡപത്തിൽ ഭാര്യ അമ്മിണി കുടുംബാംഗങ്ങളോടൊപ്പമെത്തി പുഷ്പാർച്ചന നടത്തി. സഹധർമ്മിണി അമ്മിണി പുഷ്പങ്ങൾ അർപ്പിക്കുമ്പോൾ ഈറനണിഞ്ഞ മിഴികൾ ഒരു ജീവിതകാലത്തിന്റെ ഓർമ്മകൾ വ്യക്തമാക്കി. കാക്കനാടന്റെ സഹൃദയരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ ഒത്തുകൂടി. MA ബേബി, തെങ്ങമ്മം ബാലകൃഷ്ണൻ, സാഹിത്യകാരൻ MR തമ്പാൻ, ഭാര്യ അമ്മിണി തുടങ്ങി നൂറുകണക്കിന് സഹൃദയരാണ് പങ്കെടുത്തത്. പല പുസ്തക പ്രകാശനത്തിലും അങ്ങനെ അതിന്റെ അച്ചടിച്ച പ്രൂഫെല്ലാം കൂടെ കുത്തിക്കെട്ടി കവറൊക്കെ ഇട്ടിട്ട് സങ്കീർത്തനം പബ്ലിഷേഴ്സ് അങ്ങനെയെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രസാദ രംഗത്ത് തന്റേതായ ഒരു വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന കാക്കനാടൻ സാംസ്കാരിക സമിതി, കാക്കനാടൻ ഫൗണ്ടേഷൻ എന്നിവരാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാക്കനാടനും മലയാള സാഹിത്യത്തിലെ ആധുനിക പ്രസ്ഥാനവും എന്ന സാഹിത്യ സെമിനാറും അനുസ്മരണ സമ്മേളനവും ചേർന്നു. ബിനോയ് വിശ്വം, പെരുമ്പടവം ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു. കാക്കനാടൻ പാരുഷ്യത്തിന്റെ പാഠവും പഠനവും എന്ന പുസ്തക പ്രകാശനവും നടന്നു. കാക്കനാടന്റെ കാളിയാമർദ്ദനം ചെറുകഥയെ ആസ്പദമാക്കി തയ്യാറാക്കിയ നാടകവും അരങ്ങേറുകയുണ്ടായി. ജയമോഹൻ തമ്പിക്കൊപ്പം BR ശ്രീകുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.